ഈ കാണുന്ന പോണ്ടിൻ്റെ ചുറ്റുവട്ടമാണ് ഞാൻ നടക്കുമെന്ന് പറഞ്ഞേ. അതൊരു വാക്ക് വേ പാത്തുണ്ട്, പക്ഷേ നമ്മളങ്ങനെ ടയേർഡ് ഫീൽ ചെയ്യില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞു, കണ്ട ആൾക്കാർ നടക്കുന്നത്. പക്ഷേ നല്ല രസമാണ് നടക്കാൻ. അത്ര നമ്മൾ വണ്ടികളൊന്നും പേടിക്കണ്ടല്ലോ, ഭയങ്കര രസമാണ് നടക്കാനായിട്ട്, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വീഡിയോ ആരെങ്കിലും കണ്ടോയെന്നറിയില്ല. ഞാൻ പറഞ്ഞായിരുന്നു അതിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ന്യൂ ഇയർ ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തേ. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നവംബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയണമല്ലോ നമുക്ക്, ഈ രാവിലെ നേരത്തെ എണീക്കുക, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയമാണല്ലോ, അപ്പോൾ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ എന്ത് ഷിഫ്റ്റാണ് എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, ഓക്കെ പോണ പോലെ പോട്ടെ, നമുക്ക് പറ്റാവുന്ന പോലെ ചെയ്യാം. മോർണിംഗ് വീട്ടിൽ ഉള്ള സമയത്ത് എണീറ്റ് നമുക്കത് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു വേറൊരു കാര്യമാണ്, എന്തെങ്കിലും തരത്തിലുള്ളൊരു വർക്കൗട്ട്. ഇതൊരു മോട്ടിവേഷൻ മറ്റുള്ളവർക്കാവുന്ന വെച്ച് മോട്ടിവേഷൻ സ്പീച്ചൊന്നുമല്ല, പക്ഷേ സ്വന്തമായിട്ട് ഹെൽത്ത് നോക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണ ഒരു സമയമൊക്കെ വരില്ലേ നമുക്ക് തന്നെ ഉള്ളിൽ ഫീൽ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് മറ്റേ വെയിറ്റ് ലോസ് ജേണിയുടെ വീഡിയോസ് കാണലും ഫുഡ് നോക്കലൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കാണലും ഒക്കെ ഉള്ളൂ. അതങ്ങനെ സഫറിനിരുന്ന് കാണാൻ എന്ത് രസം. ശരിയാക്കി തരാം. ഒരു മാസം കൊണ്ട് കുറച്ചിട്ടുള്ള കാര്യമുള്ളൂ. 10 ദിവസം കൊണ്ട് 5 കിലോ കുറയോ, അന്ന് അത് നോക്കാം. അപ്പോഴേക്കും അടുത്ത വീഡിയോ കാണും. 1 മാസം കൊണ്ട് ഇത്ര കുറയോ, അന്ന് അത് ചെയ്യാം. പക്ഷേ എല്ലാം ഈ സോഫയിലിരുന്ന് കാണാറുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, അല്ല ഈ സോഫയിലിരുന്ന് കണ്ടുകൊണ്ട് എൻ്റെ ശരീരത്തിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അത് എന്തെങ്കിലും ഞാനിരുന്ന് ചെയ്യണ്ടേ. സോഫയിലിരുന്ന് വീഡിയോ കണ്ട് അവർക്ക് വ്യൂസും റീച്ചൊക്കെ ആക്കി കൊടുത്തിട്ട് നമുക്കെന്ത് കിട്ടും? അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരം നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത്രയും നാളും കൊണ്ട് നടക്കുന്നത് നമ്മുടെ ശരീരമല്ലേ. അതിനോടും തിരിച്ച് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഹാഫ് ആൻ അവർ വീട്ടിലെ തന്നെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഗരിയിൽ മഞ്ഞായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവട്ടെ വിചാരിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്ക് പോവും, അല്ലാതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുക ആ വക പരിപാടികളും ആർഭാടങ്ങളൊന്നും ചെയ്യാറില്ല. അകത്തിരുന്നാലും ചെയ്യാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ്. പക്ഷേ അത് പരമാവധി വീക്കെൻഡിലെങ്ങാനും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ വീക്ക്ലി എന്തായാലും 5 ഡേയ്സ് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഞാൻ ചെയ്യും. ഒന്നല്ലെങ്കിൽ പിലാറ്റീസോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ ഈ കുറേ വീഡിയോസ് ഉണ്ടല്ലോ. വീഡിയോസിനൊന്നും ക്ഷാമമില്ല, നമ്മൾ ചെയ്യാത്തതിൻ്റെ പ്രശ്നമുള്ളൂ. അത് നമ്മുടെ മാത്രം പ്രോബ്ലമാണ് ആക്ച്വലി. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ തുടങ്ങി ഹാഫ് ആൻ അവർ വെച്ചിട്ട്. അതൊരു റെസൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ആയതിനു ശേഷം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ എക്സസൈസ്, ഇപ്പോൾ പുറത്തിറങ്ങാതെ പറ്റാതെ ഭയങ്കര സ്നോ ആണ്, ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ എക്സസൈസെങ്കിലും ഞാൻ വീട്ടിൽ ചെയ്യും. അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബോഡീനെ മടിപിടിപ്പിച്ചിട്ട് ഇരുത്തിയിട്ട് മറ്റേ കുരങ്ങനെ ഇരിക്കണ പോലെ സോഫയുടെ മുക്കിലിരുന്നിട്ട് എന്ത് കാര്യം? ആർക്കും ഒരു കാര്യമില്ല. അപ്പോൾ എന്നിട്ട് കൈവേദന, കാലുവേദന, ഇവിടേക്കൊക്കെ ഒരു രക്തോട്ടം വേണ്ടേ? അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത്തിരി ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ തുടങ്ങി. ഇടയിലൊരു പട്ടിക്കുട്ടി ഞാൻ ഹൈ പറയാൻ വേണ്ടി നിന്നതാണ്. നമുക്കറിയില്ലല്ലോ ഓരോ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാവോ അവർക്കെന്ന്. അപ്പോൾ അവരുടെ പ്രൈവസി നമ്മൾ നോക്കണ്ടേ. അവർ മിണ്ടാപ്രാണികളാണെന്ന് വെച്ചിട്ട് അവർ നമ്മളുടെ ഒരു പെറ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണതാണ്, ഒരു ഹായ് കിട്ടാനും അതിനായിട്ട്. അപ്പോൾ അവരുടെ പ്രൈവസിയും കൂടി നമ്മൾ മാനിക്കണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഈ വർഷം. നിങ്ങൾ
കാണുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടായിട്ട് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് അസുഖങ്ങൾ വന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനാണെങ്കിൽ 2 ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴും പ്രീ ഡയബറ്റിക് ബോർഡർ അങ്ങനെയൊക്കെയാണ്. പിന്നെ മമ്മിക്കുണ്ട്. അപ്പോൾ അത് കാരണമൊക്കെ എപ്പോഴും ബോർഡറിലാണ്. പിന്നെ കുറച്ചൊക്കെ ഈ എക്സസൈസ് ചെയ്യാൻ മടിയാണെങ്കിലും ഫുഡിനെ കുറേ കൺട്രോൾ ചെയ്യണം. കാണുമ്പോൾ സൈസിലങ്ങനെ തോന്നില്ല കേട്ടോ. സൈസിൽ ചിലപ്പോൾ നമുക്ക് തോന്നില്ല. ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ വ്യക്തി കഴിക്കണേന്ന്. എന്നെയും സജിനെ കാണുന്നവർ ഉൾട്ടയായിട്ടാണ് സംസാരിക്കുക. നല്ല ഫുഡ് അടിയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ നേരെ വിപരീതമാണ് വീട്ടിൽ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ സജിയും സാലഡൊക്കെ കഴിച്ചു തുടങ്ങി. ആക്ച്വലി ഓഫീസിൽ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആൾ ഉച്ചയ്ക്ക് സാലഡാണ് കൊണ്ടുപോകണേ. ആൾക്ക് തന്നെ ഒരു മോട്ടീവേ ഉള്ളൂ, വയറ് കുറയണം. എനിക്ക് പിന്നെ മൊത്തത്തിൽ കുറയുള്ളതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഫുള്ളി ഒരു 6 പാക്ക് 8 പാക്ക് മാനറായതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങോട്ട് പിന്നെ ടാർഗറ്റഡാണ്. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു മൂവ്മെൻറ്റ് ചെയ്യട്ടോ. നല്ലതാണ് ശരിക്കും. കുറച്ചൊരു എനർജി കിട്ടും നമുക്ക്. നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക്. ഞാനത് എപ്പോഴും മമ്മിക്കൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് നമുക്കറിയാം. ബ്ലഡ് സർക്കുലേഷൻ എല്ലാ സ്ഥലത്തേക്കൊന്നും വരാതെ ആ സ്ഥലമൊക്കെ പോവും. ശരീരത്തിൻ്റെ എല്ലായിടത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ. പക്ഷെ എന്താ പറയുക, ആ ഒരു വാംത്ത് ബോഡിക്ക് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും പുറത്തൊരു റൗണ്ട് നടന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കും പറ്റും, എല്ലാവർക്കും പറ്റുന്നേ. ദൈവം എല്ലാവർക്കും കഴിവൊക്കെ ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് കുറച്ച് കൂടുതൽ മറ്റാൾക്ക് കുറച്ച് കുറവൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ട് പൊട്ടൻഷ്യൽ. പക്ഷെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ശരി, ബൈ ബൈ. അത്യാവശ്യം മോട്ടിവേഷൻ ക്ലാസ് ആയോ? മോട്ടിവേഷനൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ ഞാനിതുകൊണ്ട്. അങ്ങനെ ചെയ്യണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. പിന്നെ എല്ലാവർക്കും ഈ ജിമ്മിലൊക്കെ പോയി സ്പെൻഡ് ചെയ്യാനായിട്ട് സമയവും പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ജിമ്മിൽ തന്നെ പോയാലോ വെയിറ്റ് ലോസ് ഉണ്ടാവുമെന്നൊന്നുമില്ല. അത് മാത്രമല്ല ഹെൽത്തി ബോഡി ഉണ്ടാവുമെന്നൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ മുഴുവൻ ജിമ്മിൽ പോയിട്ടാണോ? അപ്പോൾ നടക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, സീ.